JK റിവേളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ദൃഢം ത്രില്ലർ കഥകളൊക്കെ പറയണമെങ്കിൽ ഹൈ റേഞ്ച് തന്നെ വേണം, എന്നാലേ നമുക്ക് ആ ഒരു മിസ്റ്ററി ഫീലിംഗ് കിട്ടുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇവിടെയും തെറ്റിയില്ല. ഹൈ റേഞ്ച് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ പുതുതായിട്ട് ചാർജ് എടുക്കാൻ വരുന്ന ആളാണ് നമ്മുടെ സിനിമയിലെ നായകൻ. അപ്പോൾ അയാളുടെ ആദ്യത്തെ പോസ്റ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് തീരെ എക്സ്പീരിയൻസ് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ വന്നു കയറുന്ന പോലീസ് സ്റ്റേഷനിലുള്ള മറ്റുള്ള പോലീസുകാരും മറ്റൊക്കെ ആയിട്ട് അയാളുടെ അടുപ്പം കാണിക്കാൻ, അതുപോലെ അതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തന്നെ ആദ്യത്തെ ഒരു അരമണിക്കൂർ സിനിമ എടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഈ സ്റ്റേഷനിലൊരു കൊലപാതക കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എക്സ്പീരിയൻസ് കുറവുള്ള നമ്മുടെ നായകൻ നേരിടേണ്ടി വരുന്ന കൊലപാതക പരമ്പര, കവർച്ച എന്നീ സംഭവങ്ങളൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ ഈ കഥയിൽ വലിയ പ്രാധാന്യമില്ലാത്ത കുറച്ച് ആക്ടേഴ്സൊക്കെ വന്നു പോകുന്നുണ്ട്. അൺസൈക്കബിളാണത്. അത് വേണ്ടായിരുന്നു എന്ന് തോന്നാം. ഈ ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഇടയിൽ തന്നെ കഥയിൽ വലിയ പ്രാധാന്യമില്ലാത്ത ഒരു ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ കേസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ ഈ അന്വേഷണം പുരോഗമിക്കുന്നത് നമുക്കത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല. എന്തൊക്കെയോ സ്ക്രീനിൽ ഇങ്ങനെ അരങ്ങേറുന്നുണ്ട്, അത്ര തന്നെ. അതേപോലെ തന്നെയാണ് പല സീനുകളും പോയിട്ടുള്ളത്. എന്നാൽ നമുക്കൊരു എന്താ പറയുക, ഒരു മടുപ്പുളവാക്കാണ്ട് കഥ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങി പോകാനൊന്നും തോന്നില്ല തിയേറ്ററിൽ നിന്ന്. നല്ല രീതിയിലിരുന്ന് സിനിമ കാണാം. മടുപ്പിക്കാത്ത രീതിയിൽ തന്നെയാണ് കഥ പറഞ്ഞു പോകുന്നത്. പിന്നെ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ കേസ് അന്വേഷണം അത്ര അങ്ങോട്ട് ത്രില്ലിംഗ് ആയിട്ട് തോന്നിയില്ല. കുറച്ച് കഴിയും തോറും ഈ സിനിമ കാര്യമായിട്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നലൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാക്കും. പിന്നീടാണ് ക്ലൈമാക്സ്. ഒരു 1.5 ക്ലൈമാക്സ് ആയിരുന്നു. അപ്പോൾ അതിൽ നല്ലൊരു സസ്പെൻസ് നമുക്ക് തരുന്നുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ ചെയ്തു വച്ചേക്കുന്ന ഒരു മേക്കിങ്ങിൻ്റെ ഒരു പവർ തന്നെയാണ്. അതൊരു എന്താ പറയുക, ഈ ഒരു മേക്കിങ്ങിൻ്റെ ഒരു പവർ കൊണ്ട് തന്നെ ആ സസ്പെൻസ് അത്രയും അത്രയും എഫക്റ്റീവായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പോയിന്റ് മുതൽ പിന്നെ സ്ക്രീനിൽ നടക്കുന്ന ഓരോ സീനും എഫക്റ്റീവായിട്ട് തന്നെയാണ് തോന്നുന്നത്. ക്ലൈമാക്സ് ഫൈറ്റ് ഇവർ ചെയ്തു വച്ചിരിക്കുന്ന റോ ആയ രീതി, അതിലെ വയലൻസ്, രക്തം ഒക്കെ നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു. എന്താ പറയുക, പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെ വേറെ ലെവലായിരുന്നു. അടിപൊളി പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഷൈനികം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ ഡയലോഗ് മോഡുലേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ കഥാപാത്രത്തിന് അത് ആപ്റ്റായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ശോഭി തിലകൻ, ദിനേശ് പ്രഭാകർ, നന്ദൻ ഉണ്ണി, കാസ്റ്റ് നീറ്റ് തന്നെയായിരുന്നു. പിന്നെ ഇതിൻ്റെ ടെക്നിക്കലി പറയുകയാണെങ്കിൽ PM ഉണ്ണികൃഷ്ണൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വിനായകനാണ് ഇതിൻ്റെ എഡിറ്റിംഗ് വന്നിട്ടുള്ളത്. അതും ഡീസൻ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിലെ സൗണ്ട് ഡിസൈനിങ്, മിക്സിങ് ഒക്കെ അടിപൊളി തന്നെയായിരുന്നു. മൊത്തത്തിൽ സസ്പെൻസ് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അല്ലാതെ ഇപ്പോൾ നമ്മൾ കുറേ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഇതുവരെ കാണാത്ത ഒരാളെ പരിചയപ്പെടുത്തിയിട്ട് ഇയാളാണ് വില്ലൻ എന്ന് പറയുന്നതിനെക്കാട്ടൊക്കെ അത്രയും കിഡിലൻ സസ്പെൻസാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു പടമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ക്ലൈമാക്സ് പോർഷനിൽ നല്ല രീതിയിൽ കയ്യടി നേടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. ആ സമയത്തുള്ള വയലൻസ് അടക്കം അടിപൊളി, നല്ല എഫക്റ്റീവായിരുന്നു. എനിക്ക് ഈ സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ്, ഇപ്പോൾ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ആണല്ലോ അതിൻ്റെ ഒരു മർമ്മം എന്ന് പറയുന്നത്. നമ്മൾ ഇറങ്ങിപ്പോരുന്ന നേരത്ത് നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ്. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, ഈ സിനിമ കൊള്ളാം, തിരക്കില്ലാത്തൊരു പടമാണ്. നിങ്ങൾ സിനിമയ്ക്ക് പോകുന്നവരാണെങ്കിൽ 16+ മൂവിയാണ്. അപ്പോൾ അതിനനുസരിച്ച് കുട്ടികളെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അത് കൂടാതെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്, ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.